ഇപ്പോൾ സോഷ്യോളജി എന്നുള്ളത് ഒരു പുതിയ ശാസ്ത്രശാഖയാണ് എന്ന് സോഷ്യോളജിയുടെ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഉദയം കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആവിർഭവിച്ച ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ഈ സോഷ്യോളജിയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ 3 വിപ്ലവങ്ങളാണ് എന്ന് പറയാറുണ്ട്. അതിന് വഴിയൊരുക്കിയിട്ടുള്ളത് 3 വിപ്ലവങ്ങളാണ് എന്ന് പറയാറുണ്ട്. അതാണ് ശാസ്ത്ര വിപ്ലവം അഥവാ ജ്ഞാനോദയം, ദെൻ ഫ്രഞ്ച് വിപ്ലവം, വ്യാവസായിക വിപ്ലവം. ഇതെല്ലാമാണ് സോഷ്യോളജി എന്നുള്ള പഠനത്തിന് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന പഠനശാഖയ്ക്ക് അതിൻ്റെ ഉദയത്തിന് വഴിയൊരുക്കിയിട്ടുള്ള 3 വിപ്ലവങ്ങളാണ്. അപ്പോൾ ഇത് ചോദ്യം വരും, ഏതൊക്കെ വിപ്ലവങ്ങളാണ് സോഷ്യോളജി എന്നുള്ള പഠനത്തിന് വഴിയൊരുക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഉദയത്തിന് വഴിയൊരുക്കിയിട്ടില്ല? ഒന്ന് ശാസ്ത്ര വിപ്ലവമാണ്, രണ്ടാമത്തെ ഫ്രഞ്ച് വിപ്ലവമാണ്, മൂന്നാമത്തെ വ്യവസായ വിപ്ലവമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് റവല്യൂഷൻ, ശാസ്ത്ര വിപ്ലവം നോക്കാം. 17-18 നൂറ്റാണ്ടിൽ ഈ വെസ്റ്റേൺ യൂറോപ്പിലുണ്ടായിട്ടുള്ള, അതായത് പശ്ചിമ യൂറോപ്പിലുണ്ടായിട്ടുള്ള ഒരു ദൈഷ്ണിക സാംസ്കാരിക വിപ്ലവത്തെയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്, എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 17-18 നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിട്ടുള്ള സാംസ്കാരിക വിപ്ലവത്തെയാണ് ജ്ഞാനോദയം എന്നുള്ളത്. ഈ കാലഘട്ടത്തെ യുക്തിചിന്തയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഏജ് ഓഫ് റീസൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഏജ് ഓഫ് റീസൺ, യുക്തിചിന്ത ആൻഡ് റേഷണൽ തിങ്കിങ്. ആൾക്കാർ യുക്തിക്കനുസരിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള ആദ്യ കാലഘട്ടത്തിൽ, ഇതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ മധ്യകാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ മതം എന്താണ് അല്ലെങ്കിൽ മതപുരോഹിതന്മാരെന്താണോ പറയുന്നത് അത് അപ്പാടെ അനുസരിച്ചിരുന്നൊരു സമൂഹമായിരുന്നു. ദെൻ യുക്തിചിന്തയ്ക്ക് മേലാധികാരികൾ പറഞ്ഞാലും അത് തൻ്റെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു 17-18 നൂറ്റാണ്ട് എന്നുള്ളത്. മാനവികത, യുക്തിചിന്ത, മതേതരത്വം, ശാസ്ത്രീയത ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. 17-18 നൂറ്റാണ്ടിൻ്റെ പ്രത്യേകതയായിരുന്നു മാനവികത, ഹ്യൂമനിസം. മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി മാനവികത എന്ന്. അതിനു മുമ്പ് ഉള്ള കാലഘട്ടം ദൈവത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി, മാനവികത. ദെൻ യുക്തിചിന്ത, നമ്മൾ പറഞ്ഞ റേഷണൽ തിങ്കിങ്, ഏജ് ഓഫ് റീസണിങ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മതേതരത്വം, എല്ലാവരെയും വിവിധ മതങ്ങളെയും ഒരേപോലെ കാണാൻ തുടങ്ങിയത്. ദെൻ അതേപോലെ തന്നെ ശാസ്ത്രീയത തുടങ്ങിയവയാണ് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത. ദെൻ ദൈവമായിരുന്നു, അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിൽ മിഡിൽ ഏജിൽ ഗോഡായിരുന്നു എല്ലാത്തിൻ്റെയും സെൻറ്ററായിട്ടുള്ളത്. ദൈവത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന്. അതിന് പകരം മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായിട്ട് കണ്ടു. ഏറ്റവും ഇമ്പോർട്ടൻസ് മനുഷ്യന്മാർക്കാണ്, ദൈവത്തെക്കാളും ഉപരിയായിട്ട് മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് കരുതി എന്നാണ്. ദെൻ അപ്പോൾ ഇത് ഓർത്തു വെക്കുക, ഈ കാലഘട്ടത്തെ മനുഷ്യനെ, അതായത് ഈ ജ്ഞാനോദയ കാലഘട്ടത്തിൽ, ശാസ്ത്ര വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായിട്ട് കണ്ടു. ദെൻ യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നവരെ മാത്രമേ ഒരു കംപ്ലീറ്റ് മാൻ, റിനൈസൻസ് മാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എൻലൈറ്റ്മെൻറ്റ് കാലഘട്ടത്തിലെ മനുഷ്യൻ എന്നുള്ളത് യുക്തിപൂർവ്വം ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരെയാണ് ഒരു കംപ്ലീറ്റ് മാൻ അഥവാ ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ 17-18 നൂറ്റാണ്ടിൽ വെസ്റ്റേൺ യൂറോപ്പ്, പശ്ചിമ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ദൈഷ്ണിക സാംസ്കാരിക വിപ്ലവത്തെയാണ് എൻലൈറ്റ്മെൻറ്റ് അഥവാ ജ്ഞാനോദയം എന്ന് പറയുന്നത്. ഇത് യുക്തിചിന്തയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചിന്താഗതിയാണ് മാനവികത, യുക്തിചിന്ത, മതേതരത്വം, ശാസ്ത്രീയത തുടങ്ങിയവ. മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി, ദൈവത്തിന് പകരം മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി കണ്ടു. യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നവരെ മാത്രമേ സമ്പൂർണ്ണ മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ എന്ന്. ഇനി രണ്ടാമത്തെ വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ളത്. ഞങ്ങൾ പലതവണ കേട്ടതും അറിഞ്ഞതുമാണ്. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുള്ളത്.
ഫ്രഞ്ച് റവല്യൂഷനെ എല്ലാ വിപ്ലവങ്ങളുടെയും മാതാവ്, മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ഫ്രഞ്ച് റവല്യൂഷനെ അറിയപ്പെടുന്നത്. സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, അതായത് യൂറോപ്പിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വിപ്ലവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ളത്. അതായത് ആ കാലഘട്ടത്തിൽ ഫ്രഞ്ചിലെ ഭരണം നടത്തിയിരുന്ന ലൂയി രാജാക്കന്മാർക്കെതിരെയായിരുന്നു ഈ വിപ്ലവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ലൂയി പതിനാറാമൻ്റെ കാലഘട്ടം വരെ ഈ ലൂയി രാജാക്കന്മാർ, ബൂർബോണിക് രാജാക്കന്മാരായിട്ടുള്ള ലൂയി രാജാക്കന്മാർ ഫ്രഞ്ച് ഭരിച്ചു എന്നുള്ളതാണ്. ഇവർ തികഞ്ഞ ഏകാധിപതികളായിട്ട് മാറി, ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലാതായി. ലൂയി 14 പറഞ്ഞിരുന്ന ഐ ആം ദി സ്റ്റേറ്റ് എന്നാണ്. ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ്, ഞാൻ പറയുന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത്. ദെൻ അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ രാജാക്കന്മാർ എന്നുള്ളത്, ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധികളാണ്, ഭൂമിയിലുള്ള ദൈവങ്ങളാണ് രാജാക്കന്മാർ എന്ന് വിശ്വസിച്ചിരുന്ന ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. ദെൻ ലൂയി 15 പറഞ്ഞിട്ടുള്ളത് എനിക്കു ശേഷം പ്രളയം, ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ്. ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് എനിക്കു ശേഷം പ്രളയം എന്നുള്ളത്. ദെൻ ലൂയി 16 ഭാര്യയായിട്ടുള്ള 16 ആ കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നത്. ഫ്രഞ്ച് ജനത പട്ടിണിയിൽ കിടക്കുന്ന സമയത്ത്, ബ്രെഡിന് വേണ്ടിയിട്ട് തെരുവിൽ വരി നിൽക്കുന്ന സമയത്ത് മരിയോ അന്റോണിറ്റോ അന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വിപ്ലവത്തിന് ആക്കം കൂട്ടി എന്നാണ്. എന്തിനാണ് അവർ ബ്രെഡ് കഴിക്കുന്നത്? ലെറ്റ് ദം ഈറ്റ് കേക്ക്, അവർ കേക്ക് കഴിച്ചോട്ടെ. ഒരു നേരത്തെ ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി വരി നിൽക്കുന്ന സമയത്ത് അവരുടെ ചിന്താഗതി, അവർക്ക് ഈ പട്ടിണി എന്താണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും അറിയാത്ത, വിഷമം അറിയാത്ത, രാജകൊട്ടാരത്തിൽ സുഖ ജീവിതം നയിക്കുന്ന ഇവർക്ക് ഈ പട്ടിണി മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അന്ന് അവരുടെ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും കോളിളക്കം ഉണ്ടാക്കിയത്. ലെറ്റ് ദം ഈറ്റ് കേക്ക്, അവർക്ക് എന്താണ് കേക്ക് കഴിച്ചൂടെ, ബ്രെഡിന് വേണ്ടിയിട്ട് എന്തിനാ വരി നിൽക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ലൂയി രാജാക്കന്മാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ആക്കം കൂട്ടി ജനങ്ങൾ സംഘടിച്ചു, ജനങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയെന്നാണ്. അപ്പോൾ രാഷ്ട്രീയ പരമാധികാരം എന്ന സിദ്ധാന്തത്തെ ഉയർത്തി ഇതിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യന്മാർക്ക് അവകാശമുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വരുന്നത്. എല്ലാ പൗരന്മാർക്കും സമത്വത്തിനുള്ള അവകാശമുണ്ട്, എല്ലാ പൗരന്മാരും സമമാണ് എന്നുള്ളൊരു ചിന്താഗതി ഫ്രഞ്ച് റവല്യൂഷൻ 1789 നടന്നിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷനിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ അവർ ഉയർത്തിപ്പിടിച്ചു. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യത്തെ നമ്മുടെ ഭരണഘടനയിൽ വരെ ഈ വാക്കുകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു എന്നാണ്. ഇനി മൂന്നാമത്തെ വിപ്ലവം പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞത് എവിടുന്നാണ് തുടങ്ങിയത്? സോഷ്യോളജിയുടെ ആവിർഭാവത്തിന് 3 വിപ്ലവങ്ങൾ കാരണമായിട്ടുണ്ട്. ഒന്നാമത്തെ ജ്ഞാനോദയം, രണ്ടാമത്തെ ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞു, മൂന്നാമത്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. വ്യവസായ വിപ്ലവം എന്നറിയപ്പെടുന്നതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. 18ാം നൂറ്റാണ്ടിൽ അതിൻ്റെ അവസാനത്തിൽ, 18ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ബ്രിട്ടനിൽ ആരംഭിച്ചിട്ടുള്ളതാണ് വ്യവസായ വിപ്ലവം എന്നുള്ളത്. അതായത് വ്യവസായ വിപ്ലവം സിമ്പിളാണ്. വ്യവസായങ്ങളെ മനുഷ്യ അധ്വാനത്തിന് പകരം മെഷീനറികൾ കൊണ്ടുവന്നതോടുകൂടി വ്യവസായം പുഷ്ടിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് 2 തലങ്ങളുണ്ട്. വ്യാവസായിക ഉൽപ്പാദനത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ള ഒരു തലം, വ്യാവസായിക ഉൽപ്പാദനത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു തലവും, അധ്വാനത്തെ സംഘടിപ്പിക്കാനും വിപണികൾ വികസിപ്പിക്കാനും പുതിയ രീതികൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അധ്വാനത്തെ സംഘടിപ്പിക്കാനും ആ വിപണികൾ വികസിപ്പിക്കുന്നതിനും പുതിയ രീതികൾ കണ്ടെത്തി എന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സ്പിന്നിങ് ജെന്നി, ആവിയന്ത്രം, അതായത് ഈ സ്റ്റീം എൻജിനിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം കൽക്കരി കൊണ്ട് ഓടുന്ന, അതായത് ആവിയിൽ ഓടുന്ന ട്രെയിനുകളൊക്കെ ആയിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒക്കെ ഇലക്ട്രിക്കായി. അതേപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ എൻജിൻസൊക്കെ ഈ ആവിയുടെ, അതായത് സ്റ്റീം എൻജിൻ്റെ പവർ കൊണ്ട് പ്രവർത്തിക്കുന്നതായിരുന്നു എന്നാണ്.
ദെൻ ഫാക്ടറി സമ്പ്രദായം, അതായത് വ്യവസായശാലകളും ഫാക്ടറി സമ്പ്രദായത്തിൻ്റെ ഉദയം വന്നു. ദെൻ വ്യവസായങ്ങൾ എന്നുള്ളത് ഫാക്ടറി സംവിധാനം എന്നുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ് ഫാക്ടറി സംവിധാനം എന്നുള്ളത്. ദെൻ ലോക വിപണിക്കായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആദ്യ കാലഘട്ടത്തിൽ സ്വന്തം രാജ്യത്ത് സ്വന്തം പ്രദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് ലോകത്ത് എല്ലായിടത്തും മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ലോക വിപണിക്കായിട്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കട്ടും. ഇത് സാമൂഹ്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. ദെൻ ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി ഈ വ്യവസായവൽക്കരണത്തോടു കൂടി ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി ധാരാളം ആൾക്കാർ നഗരങ്ങളിലെത്തി എന്നുള്ളതാണ്. അങ്ങനെ ഈ നഗരങ്ങളിൽ ജനസംഖ്യ കൂടി, ജനങ്ങൾ തെരുവിൽ താമസിക്കാൻ തുടങ്ങി, ചേരികൾ രൂപപ്പെട്ടു. ഇതെല്ലാം ഇതിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നു. ഫാക്ടറിക്കാർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ്. കാരണം ഒട്ടുമിക്ക അതിനു മുമ്പ് ചെയ്തിരുന്ന ജോലികളെല്ലാം ഇന്ന് ചെയ്യുന്നത് മെഷീനറികളാണ്. ദെൻ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനമായിരുന്നു, കൂലിയായിരുന്നു ലഭിച്ചിരുന്നത്. കാരണം ഒരാളില്ലെങ്കിലും സമൂഹത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും, തൊഴിലെടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. ദെൻ ഇന്നത്തെ കാലത്തുള്ള ഭരണരൂപങ്ങളും ഭരണ സംവിധാനങ്ങളും ഇതിനെ തുടർന്ന് നഗരവൽക്കരണമൊക്കെ ത്വരിതമായതോടുകൂടി ആധുനിക ഭരണരൂപങ്ങൾ നിലവിൽ വന്നു എന്നാണ്. അപ്പോൾ ഇത് ചോദ്യം വരും. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയിട്ടുള്ള 3 വിപ്ലവങ്ങൾ ഏതെല്ലാം എന്നുള്ളത് ചോദ്യം വരും. അപ്പോൾ ഒന്ന് ജ്ഞാനോദയമായിരിക്കും, ദെൻ ഫ്രഞ്ച് വിപ്ലവമാണ്, ദെൻ ഒരു 5-6 മാർക്കിന് ഈവൻ എസ്സേ ആയിട്ടൊക്കെ ചോദ്യം വരും. അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ജ്ഞാനോദയം, ഫ്രഞ്ച് വിപ്ലവം, ദെൻ വ്യാവസായിക വിപ്ലവം. ഇനി പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാണ്. ഫസ്റ്റ് നമ്മൾ കാൾ മാക്സിനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഫ്ലക്സിലൊക്കെ ആളെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു താടിക്കാരൻ അപ്പൂപ്പൻ. അപ്പോൾ 1818 ജർമ്മനിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മാക്സും ഏഞ്ചൽസ്. ഏഞ്ചൽസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തകനും കൂടി എഴുതിയിട്ടുള്ളതാണ്. ദ 18th ബർമിയർ ലൂയിസ് ബോണപ്പാർട്ട്, ലൂയി രാജാവിൻ്റെ ലൂയി രാജാക്കന്മാരുടെ ജർമ്മനിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂയി രാജാക്കന്മാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്രിട്ടിക് ടു പൊളിറ്റിക്കൽ എക്കോണമി 1857. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട പുസ്തകമാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഒരു ബൈബിളായിട്ട് അവരുടെ ഒരു ഹോളി ബുക്കായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഡാസ് ക്യാപിറ്റൽ. ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതുപോലെ തന്നെ ദ ഡാസ് ക്യാപിറ്റൽ, ഇതൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബൈബിളായിട്ട് ഹോളി ബുക്കായിട്ട് കണക്കാക്കപ്പെടുന്ന പുസ്തകമാണ് എന്ന്. ദെൻ ഇദ്ദേഹം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട വ്യക്തിയാണ്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തെ വിമർശനാത്മകമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് സോഷ്യലിസം സിദ്ധാന്തങ്ങൾക്ക്, സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതലാളിത്തമില്ല, അവിടെ ഗവൺമെൻറ്റിനാണ് ആധിപത്യം എന്നുള്ളത്. അപ്പോൾ മുതലാളിത്ത സമൂഹത്തെ വിമർശനാത്മകമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യലിസ സിദ്ധാന്തങ്ങൾക്ക് രൂപം നൽകി. മുതലാളിത്തത്തിൻ്റെ ദൗർബല്യങ്ങൾ തുറന്നും കാണിക്കുകയും അതിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുതലാളിത്ത ശ്രമത്തിൻ്റെ തകർച്ചയ്ക്കെതിരെ പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ മുന്നേറിയിട്ടുള്ളത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന് പ്രാകൃത കമ്മ്യൂണിസം, പ്രിമിറ്റീവ് കമ്മ്യൂണിസം. രണ്ടാമത് അടിമത്തം. മൂന്നാമത്തെ നാടുവാഴിത്തം. നാലാമത്തെ മുതലാളിത്തം. ആദ്യം മനുഷ്യൻ പ്രാകൃത സമൂഹമായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. പ്രാകൃത സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസമായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് കമ്മ്യൂണിസം എന്നുള്ള അർത്ഥം. ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ പഴയ കാലഘട്ടത്തിൽ വേട്ടയാടിയും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൂട്ടമായിട്ടായിരുന്നു അവരെന്ത് ചെയ്ത് ശ്രമിച്ചിരുന്നത്. പിന്നീടുള്ള കാലഘട്ടം സ്ലേവറിയായി, ഉടമകൾ എന്നുള്ളൊരു കാലഘട്ടം വന്നു. അതിനുശേഷം നാടുവാഴിത്തം എന്നുള്ളത് ഭൂമിയുടെ ഉടമസ്ഥത ചില ആൾക്കാരുടെ പേരിൽ എന്ത് ചെയ്തു, കേന്ദ്രീകരിക്കപ്പെട്ടു. ബാക്കിയുള്ളവർ അടിയാളന്മാരായിട്ട് അവരുടെ
ടെനൻസായിട്ട് അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. 4ാമത്തെ ഘട്ടമാണ് ആധുനിക കാലഘട്ടമായിട്ട് അറിയപ്പെടുന്ന മുതലാളിത്തം, ക്യാപിറ്റലിസം എന്നുള്ളത്. മുതലാളിത്തമാണ് മനുഷ്യ പുരോഗതിയുടെ അവസാന ഘട്ടം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മുതലാളിത്ത ഘട്ടത്തിലാണ്. എന്നാൽ മുതലാളിത്തം കാൾ മാർക്സ് വിശ്വസിച്ചിരുന്നത് മുതലാളിത്തം എന്ത് ചെയ്യും, സോഷ്യലിസത്തിന് വഴിമാറുമെന്നാണ് മാർക്സ് വിശ്വസിച്ചത്. അതായത് നമ്മൾ പറഞ്ഞു, ആദ്യം പ്രാകൃത കമ്മ്യൂണിസം ആയിരുന്നു, പിന്നീട് സ്ലൈവറി ആയിരുന്നു, നാടുവാഴിത്തമായിരുന്നു, മുതലാളിത്തമായിരുന്നു. മുതലാളിത്തമാണ് മനുഷ്യ പുരോഗതിയുടെ അവസാന ഘട്ടം. നമ്മളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലാണ്, മുതലാളിത്ത സമൂഹത്തിലാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാലേ മുതലാളിത്തം സോഷ്യലിസത്തിന് വഴിമാറുമെന്നാണ് ആര് വിശ്വസിച്ചിട്ടുള്ളത്? കാൾ മാർക്സ്. ആ വിശ്വാസം തെറ്റാണെന്നുള്ളത്. കാരണം ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് എല്ലായിടത്തും, സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രീയ പ്രവണതയാണ്. അതിൽ ഗവൺമെൻറ്റാണ് എല്ലാ കാര്യത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളത് എന്നുള്ളതാണ്. അത് ഇന്ന് നമുക്കറിയാം, അതൊക്കെ ഇന്ന് കുറഞ്ഞു വരികയാണ്. ഗവൺമെൻറ്റിൻ്റെ റോള് കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ കാൾ മാർക്സ് വിശ്വസിച്ചിരുന്നതാണ് മുതലാളിത്തം സോഷ്യലിസത്തിന് വഴിമാറുമെന്നുള്ളതായിരുന്നു. ഓക്കെ. ദെൻ അന്യവൽക്കരണം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ടേമാണ്. മുതലാളിത്തത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് അന്യവൽക്കരണം എന്നുണ്ട്. അതായത് മനുഷ്യരെ അവരുടെ ജോലിയിൽ അവർ അന്യരായിട്ട് മാറുക എന്നുള്ളതാണ് പൊതുവെ അന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇത് 2 വിധത്തിലുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം, തൊഴിലാളി വർഗം അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോവുക എന്നുള്ളത്. ദെൻ മനുഷ്യന് പരസ്പരമുള്ള അന്യവൽക്കരണം. ഇപ്പോൾ നമ്മൾ പറയാം അന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ, ഒരു തൊഴിലാളി നമ്മുടെ നാട്ടിൽ ഈ യന്ത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കൈത്തൊഴിലായിട്ടായിരുന്നു നമ്മൾ ഒരു കുഴിയെടുക്കാനോ കിണർ കുഴിക്കാനോ അല്ലെങ്കിൽ വലിയൊരു ഭാഗം വൃത്തിയാക്കുന്നതിനൊക്കെ നമുക്കറിയാം നമ്മൾ മാനുവലായിട്ടുള്ള കൈക്കൊണ്ട് നമ്മുടെ പിക്കാക്സും അതുപോലെ തന്നെ കൈക്കോട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് കിണർ നിർമ്മാണം വരെ ഹൈടെക് ആയിട്ട് മാറിയെന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 15-20 ദിവസം എടുക്കുന്ന ഒരു കിണർ നിർമ്മാണം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ 2-3 ദിവസം കൊണ്ട് കിണർ കുത്തി പോകുന്നതുണ്ട്. വലിയ ഒരു കംപ്രസറും അതുപോലെ തന്നെ മെഷീൻ, മണ്ണ് വലിക്കുന്നതിന് മെഷീന്, എല്ലാത്തിനും മെഷീനായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും തൊഴിൽ ചെയ്യുന്ന, അത് കിളക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ അത് മണ്ണ് കോരുന്ന ആൾക്കാർ, അത് വലിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ജോലി പോവുകയാണ്. അപ്പോൾ തൊഴിലാളിക്ക് അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയാണ്. അവർക്ക് ഇത്തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലില്ലായ്മയായി, അവർക്ക് അധ്വാന ഫലം ലഭിക്കാതെയായി. അപ്പോൾ ഇതാണ് അന്യവൽക്കരണം എന്നുള്ളത്, പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം. നമ്മൾ പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു. ഈ യന്ത്രങ്ങൾ വന്നതുപോലെ തന്നെ ഇന്ന് പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ വന്നു. ഇന്ന് ആദ്യ കാലഘട്ടത്തിൽ ഒരു ഡിസൈനർ എന്നുള്ളൊരു പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റർ എന്നുള്ളൊരു പോസ്റ്റൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിലൊരു തൊഴിൽ സാധ്യത ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു തൊഴിൽ സാധ്യത ഇനി മങ്ങിപ്പോവാണ്. ഈ ഗ്രാഫിക് ഡിസൈനർ എന്നൊക്കെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നമ്മൾ ബോർഡ് വെച്ച് മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈനർ എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൽ കണ്ട ബോർഡുകളാണെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഒരു ബോർഡിന് പ്രസക്തിയില്ല. കാരണം ഇന്ന് AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്നത്തെ കാലഘട്ടം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ, ഒരു വിവരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ അധ്വാനത്തിന് മേലുള്ള ഒരു സ്വാധീനം നഷ്ടപ്പെടുന്ന രീതിയാണ് അന്യവൽക്കരണം. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. ഇനി മനുഷ്യർക്ക് പരസ്പരമുള്ള അന്യവൽക്കരണം, ജീവിതത്തിന്മേലുള്ള നിയന്ത്രണം, നമ്മളുടെ ജീവിതത്തിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു വരുന്നതാണ് മനുഷ്യർ പരസ്പരമുള്ള അന്യവൽക്കരണം എന്നുള്ളത്. അന്യവൽക്കരണം എന്നുള്ള ടേംസ്, അലൈനേഷൻ എന്നുള്ള ടേം കാൾ മാർക്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് 2 തരത്തിലുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം, മനുഷ്യ പരസ്പരമുള്ള അന്യവൽക്കരണം എന്നുള്ളത്. ഓക്കെ, തുടരാം. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ പുരോഗമന കാലമായിട്ട് നമ്മൾ പറയും 19ാം നൂറ്റാണ്ടോട് കൂടിയാണ് മുതലാളിത്തം, ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയാണ് മുതലാളിത്തം അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നത് എന്നുള്ളത്. മുതലാളിത്തം എന്നുള്ളത് കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ മുതലാളിത്തം എന്നുള്ള ഒരു മർദ്ദക ചൂഷക സമ്പ്രദായമാണെങ്കിലും അതിന് പുരോഗമനപരമായിട്ടുള്ള സവിശേഷതയുണ്ട്.
ദെൻ മുതലാളിത്തം മാനവ ചരിത്രത്തിൽ അനിവാര്യവും പുരോഗമനമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. ദെൻ മുതലാളിത്തത്തിനെ എതിർക്കുന്ന ആളായിരുന്നു കാൾ മാർക്സ് എന്നുള്ളത്. എന്നാലും മുതലാളിത്തം എന്നുള്ള ഒരു പുരോഗമന കാലമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറിക്കുള്ള ഒരു വിമർശനമായിട്ട് പറയപ്പെടുന്നത്. ചൂഷണവും ദരിദ്രമില്ലാത്ത സമത്വസുന്ദരമായിട്ടുള്ള ഭാവി സമൂഹം കെട്ടിപ്പടിക്കുന്നതിനുള്ള അടിത്തറ മുതലാളിത്തത്തിനുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ തിയറിക്ക് നേരെ എതിരാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മുതലാളിത്തം അതിൽ ജനാധിപത്യ വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഏകാധിപത്യ ഭരണമല്ല മുതലാളിത്തത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ മുതലാളിത്ത സമൂഹത്തിന് അതിൻ്റെ ഇരകളായിട്ടുള്ള തൊഴിലാളി വർഗ തന്നെ മാറ്റിമറിക്കും എന്നുള്ള ചിന്താഗതിയാണ് ഈ കാൾ മാർക്സിനൊക്കെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ വ്യക്തികൾക്കാണ് ഇതിൻ്റെ ഉൽപ്പാദന ഉടമസ്ഥതകളൊക്കെ ആണെങ്കിൽ, ദെൻ തൊഴിലാളി വർഗത്തിൻ്റെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ സോഷ്യലിസ്റ്റും കമ്മ്യൂണിസം ഒക്കെ ആണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയാണ് എന്നുള്ളത് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഉൽപ്പാദന രീതി, സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഉൽപ്പാദന രീതിയാണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിലും ഉൽപ്പാദന രീതി നിലനിന്നിരുന്നു. പ്രാകൃത കമ്മ്യൂണിസം, അടിമത്തം, നാടുവാഴിത്തം, ഫ്യൂഡൽ, ഓക്കെ, മുതലാളിത്തം എന്നിവയെല്ലാം ഉൽപ്പാദന രീതിയാണ്. പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടായി അവരുടെ ഭക്ഷണം തേടുക അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടിമത്തത്തിൽ എന്നുള്ളത് എന്താണ്, ഒരു അടിമ എന്നുള്ളൊരു രീതിയിലാണ്. അടിമ ഉടമയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നാടുവാഴിത്തത്തിൽ ഇതേപോലെ തന്നെയാണ്. ഒരു പ്രഭു ഉണ്ടാവും, ആ പ്രഭുവിൻ്റെ കീഴിൽ ധാരാളം ടെനൻസ് അഥവാ കീഴാളന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അടിയാളന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. മുതലാളിത്തത്തിൽ എന്ന് പറഞ്ഞാൽ മുതലാളി തൊഴിലാളി എന്നുള്ളതാണ്. ദെൻ ഉൽപ്പാദന ശക്തികൾ ആ കാലഘട്ടത്തിൽ ഭൂമി, അധ്വാനം, സാങ്കേതികവിദ്യ, ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയ ഉൽപ്പാദന ഘടകങ്ങളെ ഉൽപ്പാദന ശക്തികൾ എന്ന് പറയുന്നത്. അതായത് ഭൂമി, അധ്വാനം, സാങ്കേതികവിദ്യകൾ, ഊർജ്ജ സ്രോതസ്സുകൾ, ഇതാണ് ഉൽപ്പാദന ശക്തികൾ എന്നുള്ളത്. ഉൽപ്പാദന ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനത്തിലെ സാമ്പത്തിക ബന്ധങ്ങൾ, അഥവാ തൊഴിൽ സംഘടനകളെ, ദെൻ ഇവരുടെ കൂട്ടായ്മകൾ, ഇതാണ് ഉൽപ്പാദന ബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കാൾ മാർക്സിൻ്റെ ഏറ്റവും വലിയൊരു തിയറിയാണ് വർഗസമരം. ഓക്കെ, വർഗസമരം എന്നുള്ളത് കാൾ മാർക്സിൻ്റെ തിയറിയാണ്. വർഗസമരത്തിൽ ജനങ്ങളെ രണ്ട് വർഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി വർഗവും മുതലാളി വർഗവുമായിട്ട്. അപ്പോൾ മുതലാളി വർഗവും അതുപോലെ തന്നെ തൊഴിലാളി വർഗവും എപ്പോഴും കോൺഫ്ലിക്റ്റിലായിരിക്കും. ഓക്കെ, പരസ്പരം കോഓപ്പറേഷന് വേണം, പരസ്പരം സഹകരണം വേണം. അതേപോലെ തന്നെ എന്ത് വേണം, ആ സഹകരണം മ്യൂച്വലായിട്ടുള്ള കോഓപ്പറേഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ. എന്നാൽ നമ്മൾ മുതലാളിത്തത്തിൽ പൊതുവെ ഉണ്ടാകുന്ന അതായത് വർഗസമരം എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ സവിശേഷതയാണ്. മുതലാളിമാർ ശ്രമിക്കുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക. ആ സമയത്ത് അവരെന്ത് ചെയ്യും, തൊഴിലാളികളുടെ കൂലി കുറക്കും, വേതനം കുറക്കും, ശമ്പളം കുറക്കും. ദെൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയം ജോലിയും ദെൻ മെച്ചപ്പെട്ട ശമ്പളവുമായിരിക്കും ആരാഗ്രഹിക്കുന്നത്, ഒരു തൊഴിലാളി ആഗ്രഹിക്കുന്നത്. അതിന് നേർ വിപരീതമായിരിക്കും ഒരു മുതലാളി ആഗ്രഹിക്കുന്നത്. കൂടുതൽ സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ദെൻ കുറഞ്ഞ വേതനം കൊടുക്കുക. മുതലാളിക്ക് വേണ്ടത് പരമാവധി ലാഭമാണ്, തൊഴിലാളികൾക്ക് വേണ്ടത് പരമാവധി വേതനമാണ്. അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യുണ്ടാവും, സംഘട്ടനമുണ്ടാവും. ഇതാണ് വർഗ സംഘട്ടനം എന്ന് പറയുന്നത്. രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ്. ജനങ്ങളെ സാമൂഹ്യ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നത് ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാനമായിരിക്കണം. ഉൽപ്പാദന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആരാണ് മുതലാളി എന്നുള്ളത്. ഈ ഉൽപ്പാദന വസ്തുക്കളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആൾ, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഭൂമി, അതുപോലെ തന്നെ ഉൽപ്പാദന പ്രക്രിയ നമ്മളിവിടെ പറഞ്ഞു. ഉൽപ്പാദന ശക്തികളായിട്ട് പറയുന്ന ഭൂമി, അധ്വാനം, സാങ്കേതികവിദ്യ, ഊർജ്ജ സ്രോതസ്സ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് നമ്മൾ മുതലാളി എന്നുള്ളത്. ദെൻ തൊഴിലാളിക്ക് ആകെ ഉള്ളത് കൈമുതലായിട്ടുള്ളത് തൻ്റെ അധ്വാനം മാത്രമാണ് എന്നുള്ളതാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ ഉദാഹരണത്തിന് മുതലാളിത്ത സമൂഹത്തിൽ ഫാക്ടറി ഉടമകൾ മുതലാളി വർഗവും ഫാക്ടറിയിൽ പണിയെടുക്കുന്നവർ തൊഴിലാളി വർഗവുമാണ് എന്നുള്ളത്. ഒരു മുതലാളിത്ത സമൂഹത്തിലെ ആരാണ് മുതലാളി എന്നുള്ളത് എന്താണ്, ഫാക്ടറിയുടെ ഉടമയാണ് മുതലാളിയും, അതുപോലെ തന്നെ അവിടുത്തെ തൻ്റെ അധ്വാനം വിറ്റ് ജീവിക്കുന്ന ആളെ അവിടുത്തെ തൊഴിലാളി വർഗവുമാകുന്നതെന്ന്. അപ്പോൾ ഈ വർഗരൂപീകരണം ചരിത്രപരമായിട്ടുള്ള പ്രക്രിയയാണ്. എല്ലാ കാലഘട്ടത്തിലും ഈ വർഗ രൂപീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വർഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അടിമകളും ഉടമകളും, അടിമവർഗവും ഉടമകളായിട്ടുള്ള വർഗം, ജന്മിമാരും കുടിയാന്മാരും,
മുതലാളിത്ത വർഗവും തൊഴിലാളി വർഗവും. ഇതൊക്കെ ക്ലാസ്സുകളാണ് അല്ലേ. അടിമ എന്നുള്ളതൊരു വിഭാഗം, ഒരു ക്ലാസ്സാണ്. ഉടമ എന്നുള്ള അടുത്തൊരു ക്ലാസ്സാണ്. ഇത് ജന്മിമാർ ലോർഡ്സ്, പ്രഭുക്കന്മാരാണ്. അതേപോലെ തന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ്. കുടിയാന്മാർ അവരുടെ ആശ്രിതരായിട്ട് അവരുടെ ഭൂമിയിൽ കൂലിയില്ലാതെ പണിയെടുക്കുന്ന ആൾക്കാരാണ് കുടിയാന്മാരായിട്ട് വരുന്നത്. then അതേപോലെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മുതലാളിത്ത വർഗം തൊഴിലാളി വർഗം എന്നുള്ളത്. ഈ മുതലാളിമാർ എന്നുള്ളത് ഈ ഫാക്ടറികളും തൊഴിലുടമയുടെ അല്ലെങ്കിൽ ഫാക്ടറികളുടെയും അതുപോലെ തന്നെ വ്യവസായശാലകളുടെയും ഒക്കെ ഉടമയായിട്ടുള്ള ആളായാണ് മുതലാളി വർഗം എന്നുള്ളത്. ആ ഫാക്ടറിയിൽ ജോലിയെടുക്കുന്ന, ആ തൊഴിലിടങ്ങളിൽ ജോലിയെടുക്കുന്ന, തൻ്റെ അധ്വാനം വിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗം എന്നുള്ളത്. മുതലാളിത്ത വർഗവും തൊഴിലാളി. ഉൽപ്പാദന രീതിയിൽ മാറ്റമുണ്ടാകുമ്പോൾ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിൽ സംഘർഷണം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സംഘർഷം എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞ പല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ. ദെൻ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും അഭിപ്രായത്തിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, നാളിതുവരെയുള്ള സമൂഹങ്ങളിൽ ചരിത്രവർഗ സമരത്തിൻ്റെ ചരിത്രമാണ്. അതായത് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വർഗ ചരിത്രങ്ങൾ അല്ലെങ്കിൽ വർഗ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് മുതലുണ്ടായിട്ടുള്ള അടിമകളും ഉടമകളും തമ്മിൽ സംഘട്ടനമുണ്ടായിട്ടുണ്ട്. ദെൻ അടിയാളരും അതുപോലെ തന്നെ ഭൂപ്രഭുക്കന്മാരും തമ്മിൽ സംഘട്ടനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വർഗസമരത്തിൻ്റെ ചരിത്രം പണ്ട് മുതലേ ഉണ്ട്. വർഗസമരത്തിൻ്റെ പ്രാകൃതം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമാണ്. അടിമകളും ഉടമകളും അതേപോലെ തന്നെ ഈ കുടിയാന്മാരും ജന്മിമാരും തമ്മിലുള്ള സംഘട്ടനം, ഇതേപോലെ തന്നെ മുതലാളിയും തമ്മിലുള്ള സംഘട്ടനം, ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള കാലഘട്ടത്തിലും വ്യത്യസ്തമാണ് എന്ന് പറയുന്നു. ദെൻ പ്രാകൃത സമൂഹത്തിൽ ആധുനിക സമൂഹത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മർദ്ദിതരും മർദ്ദകരും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. മർദ്ദിതർ എന്നുള്ളത് ആധിപത്യമുള്ളവരാണ്. മർദ്ദിതർ എന്ന് പറഞ്ഞാൽ ഈ ആധിപത്യമില്ലാത്തവരാണ്. ഉദാഹരണത്തിന് അടിമ മർദ്ദിതരാണ്, മർദ്ദകർ എന്ന് പറഞ്ഞാൽ ഉടമയാണ്. അപ്പോൾ ഇവർ തമ്മിൽ കാലാകാലങ്ങളായിട്ട് എന്തുണ്ട്, സംഘർഷമുണ്ട് എന്നുള്ളത്. സ്വതന്ത്രനും അടിമയും, കുലീനനും സാധാരണക്കാരനും, ജന്മിയും അടിയാളനും, ഗിൽഡ് മാസ്റ്ററും ജോണിമാനും, മുതലാളിയും തൊഴിലാളിയും എപ്പോഴും പരസ്പരം എതിർത്തുകൊണ്ട് സമരം നടത്തുന്നുണ്ട്. സമൂഹത്തിലെ എല്ലാ വർഗവും വർഗസംഘടന അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ട് വർഗസംഘടന നടക്കുന്നു എന്നുള്ളതാണ്. ആധുനിക മുതലാളിത്ത സമൂഹത്തിൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിലാണ് വർഗസമരം നടക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ വർഗബോധം. പരസ്പരം എതിർക്കുന്ന രണ്ട് വർഗങ്ങൾ തമ്മിൽ വർഗസമരം സ്വമേധയാ ഉണ്ടാവുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ പരസ്പരം എതിർക്കുന്ന രണ്ട് വർഗങ്ങൾ തമ്മിൽ സ്വമേധയാ ഉണ്ടാകുന്നില്ല. വർഗസമരം ഉണ്ടെങ്കിൽ അവർ എന്ത് വേണം, ഒരു പരസ്പര സഹകരണം. അപ്പോൾ ഈ വർഗബോധം എന്നുള്ളത് തൊഴിലാളിക്ക് തോന്നുകയാണ്, മുതലാളി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തൊഴിൽ എന്നും കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ബോധം. അപ്പോൾ ഇതൊരു കോഓപ്പറേഷൻ്റെ ഭാഗമാണ്. മുതലാളി ചിന്തിക്കുകയാണ്, തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഫാക്ടറിയിൽ, എൻ്റെ തൊഴിലിടങ്ങളിൽ എന്ത് നടക്കുകയുള്ളൂ, ജോലി നടക്കുകയുള്ളൂ, എനിക്ക് ഉൽപ്പാദനം നടത്താൻ പറ്റുള്ളൂ, എനിക്കത് വിപണനം നടത്താൻ പറ്റുള്ളൂ. ഈ ഒരു ചിന്താഗതി, അതായത് ഈ ഒരു ചിന്താഗതി വരുമ്പോഴാണ് പരസ്പരം എതിർക്കുന്ന രണ്ട് വർഗ്ഗങ്ങൾ തമ്മിൽ സ്വമേധയാ ഉണ്ടാവുകയല്ല വർഗസമരമെന്ന്. അപ്പോൾ ഇവർക്ക് രണ്ടും നിലനിൽപ്പിന് അത്യാവശ്യമാണ്. തൊഴിലാളിക്ക് മുതലാളിയും വേണം, മുതലാളിക്ക് തൊഴിലാളിയും വേണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർഗബോധം വരുന്നതാണ്. വർഗസമരം ഉണ്ടാകണമെങ്കിൽ തങ്ങളുടെ വർഗ്ഗങ്ങളെക്കുറിച്ചും സ്വത്വങ്ങളെക്കുറിച്ചും. പിന്നെ എങ്ങനെയാണ് ഇവർ സംഘടനത്തിലേക്ക് പോകുന്നത്? ഒരു തൊഴിലാളിക്ക് ഒരു അനീതി സംഭവിച്ചു, അയാൾ അന്യായമായിട്ട് ഒരാളെ പിരിച്ചുവിട്ടു. അപ്പോൾ തൊഴിലാളി വർഗം അവരുടെ ഒരു വർഗ താല്പര്യങ്ങൾ ഉയരും എന്നുള്ളതാണ്. സ്വന്തം വർഗത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക. അല്ലാത്തവരെ കരിങ്കാലികളെന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് ഒരാൾ ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു തൊഴിലാളിയെ അന്യായമായിട്ട് എന്ത് ചെയ്തു, പിരിച്ചുവിട്ടു. അപ്പോൾ ബാക്കിയുള്ളവർ അയാൾ പിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറ്റുള്ളവർ ജോലി എടുക്കുകയല്ല വേണ്ടത്. സാധാരണഗതിയിൽ എന്താ ചെയ്യുക, അവർ സംഘടിക്കും. അന്യായമായിട്ട് പിരിച്ചു വിട്ട തൊഴിലാളിയെ എന്ത് ചെയ്യണം, തിരിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വർഗബോധത്തിൻ്റെ വളർച്ചയും മാത്രമേ വർഗസമരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വർഗസമരം ഉണ്ടാവില്ല. തൊഴിലാളികൾ കൂലി കൂട്ടണം അല്ലെങ്കിൽ ജോലിക്ക് തരില്ല എന്നുള്ളൊരു വിഭാഗം പറയുകയാണെങ്കിൽ, മറ്റുള്ള വിഭാഗം പറയുകയാണെങ്കിൽ ആ ട്രേഡ് യൂണിയനിലോ ആ ഒരു സംഘടനയിലോ പെടാത്ത ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഈ ജോലിക്ക് തയ്യാറാണ്, ഇത്രയും കൂലി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യോജിപ്പില്ലായ്മ ഉണ്ടാവും.
തൊഴിലാളികൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ വർഗബോധത്തിൽ നിന്നാണ് വർഗസമരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് എമിലി ദുർഖിമാണ്. എമിലി ദുർഖിം ദെൻ നാളത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ലെഫ്റ്റ് ആവേണ്ട ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ടത് ഈ ഒരു കാര്യം വായിക്കുക. ഓക്കെ, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ 3 വിപ്ലവം. ഇത് ചോദ്യം വരും, ഇമ്പോർട്ടൻ്റ് ആണ്. 3 വിപ്ലവങ്ങളൊന്ന് ജ്ഞാനോദയമാണ്, വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവമാണ്, വ്യവസായവൽക്കരണമാണ്. പിന്നെ നമ്മൾ പാശ്ചാത്യ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. കാൾ മാർക്സ് പറഞ്ഞു, ഇനി ദുർഖിം പറഞ്ഞു, ദെൻ ദുർഖിം കഴിഞ്ഞാൽ മാക്സ് വെബർ. ഓക്കെ, ഇവരെയാണ് പറയാനുള്ളത്. നാളത്തെ ക്ലാസ്സോട് കൂടി ഈ ഏരിയ കഴിയും. അപ്പോൾ സോഷ്യോളജിയിൽ ഇനി നമുക്ക് ബാക്കി ഉണ്ടാവുക ഒരു പാഠം കൂടിയായിരിക്കും. ഓക്കെ, രാത്രിയിലുള്ള ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.